ഇന്നെന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന മാമ്പഴ പുളിശ്ശേരി. ഓക്കെ, മാമ്പഴ പുളിശ്ശേരി. അതിന് വേണ്ടിയിട്ടുള്ള 4 വലിയ മൂവാണ്ടം മാങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. തൊലി ഒലിച്ചെടുക്കുക. ഒലിച്ചെടുക്കണം. എന്നിട്ട് ആ ചാറ് തൊലി കഴുകിയ ചാറില് മാമ്പഴം ഇട്ട് വേവിക്കുക. ആ തൊലി പിഴിഞ്ഞെടുത്ത വെള്ളം, ആ വെള്ളത്തില് ശേഷം ആ വെള്ളത്തിലേക്ക് നമ്മള് മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്ത് പച്ചമുളകും ചേർത്തിട്ട് ശേഷം അത് തിളച്ചതിന് ശേഷം മാമ്പഴം ഇതിലേക്ക് ഇടും. ഓക്കെ, ഈ പൊടിച്ച് വെച്ചേക്കുന്ന മാമ്പഴം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും. നമ്മളിവിടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ അരപ്പിന് വേണ്ട ചേരുവകൾ നാളികേരം, നല്ല ജീരകം, പച്ചമുളക്. പച്ചമുളക് എത്ര എണ്ണം? 5 എണ്ണം. 5 പച്ചമുളക്. ജീരകം എത്ര? 1 നുള്ള് ജീരകം. പിന്നെ 1 നുള്ള് സ്പൂൺ. പിന്നെ എന്തിടും? മഞ്ഞൾപ്പൊടി. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം അരച്ചിരിക്കുന്നത്. ഓക്കെ, തൈര് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ആ അരപ്പാണ് ഇത്. ഇനി വെറും തൈര്, അത് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് കറക്കി വെച്ചിട്ടുണ്ട്. തൈര് കട്ടയായിട്ട് ഇടാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം മാറ്റി വെച്ചേക്കുന്നത്. ശരി ശരി. തൈര്, കട്ടത്തൈര് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പിരുപിരാന്ന് പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് നമ്മൾ കട്ടത്തൈര് ഇടാതെ അടിച്ചതിന് ശേഷം ചേർക്കുന്നത്. ഇതിനി തിളയ്ക്കണം. തിളച്ചു വരുമ്പോ മാമ്പഴം ഇടും. ഈ വെള്ളം തിളച്ച ശേഷം മാമ്പഴത്തിന്റെ വെള്ളം, തൊലിയുടെ വെള്ളം തിളച്ച ശേഷം മാമ്പഴം ഇടുള്ളൂ. അതായത് ചട്ടിയിൽ അതിങ്ങനെ മാമ്പഴം ആദ്യം ഇടുമ്പോൾ അത് മാമ്പഴം കരിഞ്ഞു പോകും, അടുക്കി പിടിക്കാണ്ടിരിക്കാനാണ് തിളച്ച ശേഷം മാമ്പഴം പെറുക്കി അതിലേക്ക് ഇടുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് മാമ്പഴമേ ഉള്ളൂ ഇവിടെ. നിറച്ച് മാമ്പഴം ഉണ്ടെങ്കിൽ നിറച്ചും ചേർക്കാം. അതനുസരിച്ച് ചേരുവകൾ കൂടും. ചെറിയ മോര് കറിയാണിത്. ഇപ്പൊ ഇതില് തേങ്ങ എത്രയാണ് ചേർത്തേക്കുന്നത്? തേങ്ങ 1 മുറി, വലിയ തേങ്ങ 1 മുറി. 1 മുറി വലിയ തേങ്ങ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാമ്പഴത്തിന്റെ ചാറ് ഒഴിച്ച് ആ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് മാമ്പഴം ചേർക്കാൻ പോണേ. നമ്മുടെ കയ്യിൽ 4 മാമ്പഴം ഉള്ളൂ. അപ്പൊ നമ്മൾ ആ 4 മാമ്പഴം ഇതിനകത്തേക്ക് ചേർക്കും. എല്ലാ കറികളും ചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ചട്ടിയിലോ ഉണ്ടാക്കുന്നതാണ് വളരെ ഹെൽത്തി. നമ്മളിവിടെ മൺചട്ടിയിലാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത്. നമ്മൾ മാമ്പഴം ഇട്ടതിന് ശേഷം 1 നുള്ള് ഉപ്പിടും. ഇതിപ്പോ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. മാമ്പഴം വെന്ത ശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർക്കുന്നതാണ്. ഓക്കെ, ഈ മാമ്പഴം വെന്തതിന് ശേഷം നമ്മൾ അരപ്പ് ചേർക്കും. ഒന്ന് പയ്യെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പഴുത്ത മാമ്പഴം ആണെങ്കിൽ ഒറ്റ തിളക്കി വേവും. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും അല്ലേ. നമ്മുടെ മാമ്പഴം വെന്തിട്ടുണ്ട്. നമ്മൾ ഈ അരപ്പ് ഈ മാമ്പഴത്തിലേക്ക് ചേർക്കാൻ പോവാണ്. ഒന്ന് ഇളക്കി അതിനുശേഷം കുറച്ച് തൈരും കൂടെ ഒഴിക്കും. അടിച്ചു വെച്ച തൈര് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും ആവശ്യത്തിന്. അരപ്പിട്ടതിന് ശേഷം ഒരു തിള വന്നതിന് ശേഷം നമ്മൾ തൈര് ചേർക്കുള്ളൂ. ഇപ്പൊ തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, തിള വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിറച്ചും തിള വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് തൈര് ചേർക്കും ഇതിലേക്ക്. അര ലിറ്റർ തൈരാണ് നമ്മള് ചേർത്തിരിക്കുന്നത്. ഇനി എന്താണ്? ഇനി ഇതിലേക്ക് നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കറിവേപ്പിലയും പച്ചമുളകും താളിച്ചൊഴിക്കും. അപ്പൊ നമ്മള് കടുക് താളിച്ച് ഒഴിക്കാൻ പോവാണ്. ഇപ്പൊ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ അതിനകത്തേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, വറ്റൽമുളക്, പിന്നെ വറ്റൽമുളക് ഒരു 3 വറ്റൽമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഒന്ന് താളിച്ചിട്ട് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കും.
മുളക് പൊടി കാച്ചിയത്, കാശ്മീരി ചില്ലി. ഇതിപ്പോ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി, എന്തിനാന്ന് വെച്ചാൽ നല്ല ഓറഞ്ച് കളറ് വരാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. യമ്മി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ബൈ.